ഗൈസ്, നമുക്കിനിയും ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. ഞാനൊരു കിടക്കാച്ച റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. അത് ആദ്യം നല്ല കുഞ്ഞു കുഞ്ഞാന്ന് അരിയേ വേണം. നമുക്ക് വേണ്ടത് മിനിമം ഈ മുട്ട എന്ന് പറയുന്നത് 4 എണ്ണമെങ്കിലും വേണ്ട വരും. 4 അല്ലെങ്കിൽ 3 ആണെങ്കിലും സാരമില്ല. 3 പേർക്കാണ് തിന്നാനുള്ളതെങ്കിൽ മിനിമം ഒരു 4 എണ്ണമെങ്കിലും നമ്മൾ എടുത്തേ പറ്റൂ. ചോറ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. തന്നെ നമ്മളൊരു പാൻ എടുത്ത് വെക്കണം. അതിലേക്ക് നല്ല തിളച്ച എണ്ണ എടുക്കണം. തിളച്ച എണ്ണയല്ല, തിളപ്പിക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും തിളച്ച എണ്ണ നമ്മൾ തിളപ്പിക്കണം കേട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഒഴിക്കാവോ. അരിഞ്ഞുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. വഴറ്റുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനടുത്തൊന്ന് കാണണം. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി. ഇതുപോലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിലേക്ക് അടുത്ത റെസിപ്പി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളേ. അങ്ങനെ ഞാൻ ഉപ്പിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നല്ല രീതിയിലൊന്ന് ഇളക്കുകയും ചെയ്യണം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിലും സാരമില്ല. മല്ലിയിലയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. മല്ലിയിലയും കരിയാപ്പിലയും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം ഞാനിവിടെ എനിക്ക് മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം. മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അല്ല നിങ്ങളിപ്പോൾ 3 ഉള്ളിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടേ. ചിലർ കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇടുന്നവർ കാണും. ഞാനും എൻ്റെ വീട്ടിലുള്ളവരും വളരെ കുറച്ച് കുരുമുളക് പൊടി ഇടത്തുള്ളൂ. മുളക് പൊടി ഇടുന്നത് കൊണ്ടാണ് വളരെയധികം കുറച്ച് ഇടത്തുള്ളൂ. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോണം. ഇനിയിപ്പോൾ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടേണ്ടത്. 1 ടീസ്പൂണാണ് ഇടേണ്ടത്. കുറച്ച് ഏറെ വേണം, കാരണം എരിവിനൊക്കെ കുറച്ച് സൗജന്യമാണ്. ഒത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ടാലും പൊട്ട ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം മുട്ടയ്ക്ക് ആ ഒരു ഉളുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നേരെ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു കേക്ക് ഷേപ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഷേപ്ഡ് പോലുള്ള അടപ്പിൽ തന്നെ വേണം ഇത് അടച്ച് സ്റ്റീം ചെയ്ത് വെക്കാൻ. അതുകൊണ്ടാണ് ഈ ഷേപ്ഡ് ഇപ്പോൾ ആയിക്കൊണ്ട്. ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി മാറ്റണം. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ വെറ്റി കാണും. അതുകൊണ്ടാണ് പിടിക്കണം. പക്കടൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് വേണം നല്ല രീതിയിൽ ഇളക്കാൻ. ഇനി ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ഇരിക്കും. ഇതിന് മേൾ സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇളക്കി കൊടുത്ത അവസാനം നമ്മളുടെ ലുക്ക് നല്ല കറിയുടെ ആ ഒരു ഇത് തന്നെ. ഇതൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല കുരുക്കാച്ചയായിട്ടുണ്ട്. സ്ലോ ഫ്ലെയിം തന്നെ നമ്മളിത് വെക്കാൻ വേണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ലുക്കെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിലുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും